നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നാത്തൂൻ പറയുന്നത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അവരെ എല്ലാം നാത്തൂന് നല്ല പരിചയമാണെന്ന്. അമ്മയൊന്നും മണ്ടത്തരം പറയാതിരിക്കോ? അങ്ങനെയുള്ളവരാരെങ്കിലും നമുക്ക് അറിയാമെങ്കിൽ അവരെല്ലേ നമ്മൾ ആദ്യം പോയി കാണൂ. അത് ശരിയാ. നമ്മളിപ്പോ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ചെന്നാലും അതിൽ നല്ല ആളുകളെ, അതായത് യഥാർത്ഥ ശക്തിയുള്ളവരെ കണ്ടുകിട്ടാൻ പ്രയാസായിരിക്കും. കിട്ടിയ തന്നെ അവരൊക്കെ നമ്മളെ സഹായിക്കാൻ തയ്യാറാവണമെന്ന നിർബന്ധവുമില്ല. അതൊക്കെ വെറുതെയാ. കാശ് കൊടുത്ത ആരാണെങ്കിലും വരില്ലേ? ഇല്ല, അവരൊക്കെ എല്ലാം ഉപേക്ഷിച്ച് ഈശ്വര ധ്യാനത്തിലും അവരുടെ നിഷ്ഠകളിലും മനസ്സുറപ്പിച്ച് ജീവിതം നയിക്കുന്നവരാ. പണം കാണിച്ച് അവരെ മോഹിപ്പിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. അങ്ങനൊക്കെ ആൾക്കാരുണ്ടോ? ഉണ്ടമ്മേ. അതുപോലെ കാശ് കൊടുത്ത ഓടി വരുന്നവരും ഉണ്ട്. പക്ഷേ അവരൊക്കെ വ്യാജന്മാരായിരിക്കും. അതെ, നമ്മുടെ മുന്നിൽ വരുന്നവരിൽ 90% വ്യാജന്മാരായിരിക്കും. അപ്പൊ ഇതൊക്കെ വെറുതെ പറയാവുന്നേ ഉള്ളൂ, നടപ്പാവുന്ന കാര്യമൊന്നും അല്ലല്ലേ? എന്റെ പൊന്നു മോളെ, നീ എത്രയും പെട്ടെന്ന് പോയി ഗുരുവമ്മയെ കാണ്. തൽക്കാലം ഗൗരിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും പരിപാടി ഗുരുവമ്മ ചെയ്തു തരും. അതെ, ഹൈമാവതി പറഞ്ഞ പോലെ തൽക്കാലം ഗുരുവമ്മയെ തന്നെ കാണാം. ഞാൻ പറഞ്ഞ വഴിയിൽ കാര്യങ്ങൾ നടത്താൻ എന്നെ കൊണ്ടാവും പോലെ ഞാനും ശ്രമിച്ചു നോക്കാം. ശരി, ഞാൻ ഉടനെ തന്നെ പോയി ഗുരുവമ്മയെ കാണും. എവിടെ ഇല്ലേ? അയാളുടെ ഫോണിൽ റിംഗ് ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും കള്ളത്തരം കാണും. അതുകൊണ്ടല്ലേ പലപ്പോഴും അയാൾ ആളുകളുടെ മുന്നിൽ വെച്ച് കോൾ എടുക്കാതെ ഫോൺ കട്ട് ചെയ്യുന്നത്. അയാൾ ഇവിടെ ഇല്ലല്ലോ, ഒന്ന് എടുത്തു നോക്കാം. ബോംബെ ബോസോ? എന്തായാലും എടുത്തു നോക്കാം. അയാൾ കുളിക്കുവാണെന്ന് തോന്നുന്നു. എത്ര നേരമായിട്ട് വിളിക്കുന്നു? നിനക്കെന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം? നകുൽ, നീ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിനക്ക് എന്നെ അറിയില്ല. നീ എന്താ മിണ്ടാത്തത്? ആ പെണ്ണിന്റെ ഫോട്ടോ കാണിച്ച് എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് അവിടെ സുഖിച്ച് മണവാളനായിട്ട് കഴിയാന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ നകുലേ, അത് വെറുതെയാ. ഞാൻ കാണാത്തതും കേൾക്കാത്തതുമായിട്ട് ഒന്നുമില്ല. ആ ഓർമ്മ നിനക്ക് വേണം. ഒരു ജോലിയും കൂലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന നിന്നെ ഇന്നത്തെ നകുലാക്കാൻ എനിക്കറിയാമെങ്കിൽ പഴയതുപോലെ നിന്നെ ജയിലിലാക്കാൻ എനിക്കൊരു വിരൽ ഞൊടിക്കാനുള്ള സമയം മാത്രം മതി. നീ എന്താ മിണ്ടാതെ നിന്ന് എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ? ഇപ്പൊ നീ കാണിക്കുന്ന ഓരോന്നിനും എണ്ണി എണ്ണി നിന്നെ കൊണ്ട് കണക്ക് പറയിക്കും ഞാൻ അവസാനമായിട്ട് പറയുക, ഒരാഴ്ചക്കുള്ളിൽ നിന്റെ വധുവായ ഗംഗ എന്റെ കാൽച്ചുവട്ടിൽ എത്തിയിരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.